മറ്റാരുണ്ട് LDF അല്ലാതെ? കേരളം തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചരണം അതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ശക്തമായ മണ്ഡലം നടക്കുന്ന വർക്കല മണ്ഡലത്തിലാണ്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായ വി ജോയിയാണ് എന്നോടൊപ്പം ഉള്ളത്. ലാസ്റ്റ് ലാപ്പിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ 3 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാലൻസ് ഉള്ളത്. പരസ്യപ്രചരണമെല്ലാം മറ്റന്നാൾ അവസാനിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ ഇതുപോലൊരു വാഹനവും ആളുകളെ കൈവീശി കാണിച്ചും സ്വീകരണം ഏറ്റുവാങ്ങിയും പോവുകയാണ്. അവരുടെ എല്ലാം മനസ്സ്, അവരുടെ എല്ലാം മുഖം കാണുമ്പോൾ നമുക്കറിയാം, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആളുകൾ എന്നോടൊപ്പമാണ് എന്ന്. കാരണം ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവരുടെ മനസ്സ് മുഖം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങേയറ്റം ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആത്മവിശ്വാസം നിൽക്കുന്നത് ഈ പറഞ്ഞതാണ് എൻ്റെ ഘടകം. ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷൻ കൂടിയാണ്. ഇതിപ്പം പ്രതിപക്ഷ നേതാവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തവണ UDF ഒരു 8 സീറ്റെങ്കിലും പിടിക്കുമെന്നുള്ളതാണ്. LDFിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അവർക്കൊരു 8 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ജില്ലയിൽ എത്ര സീറ്റ് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു ഇത്തവണത്തെ കണക്ക്? തിരുവനന്തപുരം ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്നും നടക്കില്ല. അദ്ദേഹം നാക്കെടുത്താൽ കള്ളമേ പറയുന്നുള്ളൂ കേട്ടോ. അതൊരു പ്രശ്നമാണ്. അദ്ദേഹത്തിന് വേറൊരു പേരും വീണ് കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് 8 സീറ്റ് കിട്ടില്ല. നല്ല മെജോറിറ്റി LDFിനുണ്ടാവും ഈ തിരുവനന്തപുരം ജില്ലയിൽ. ശക്തമായി മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നല്ല മെജോറിറ്റിയിൽ LDF ഉണ്ടാവും. BJP LDF അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് പറയാൻ മാത്രമേ കോൺഗ്രസിന് എപ്പോഴും ഒരു സമയമുണ്ടാകാറുള്ളൂ. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ആയാലും നിയമമായാലും അരുവിക്കര ആയാലും ഒക്കെ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് CPM-ഉം അതുപോലെ തന്നെ BJP-യും തമ്മിലുണ്ട് എന്നുള്ളതാണ് ഒരു ഡീൽ ആരോപണം. അത് ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ആ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. കാരണമെന്ന് പറഞ്ഞാൽ BJP മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീലും പക്ഷേ ഡീലുള്ളത് കോൺഗ്രസും BJP-യും തമ്മിലാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് കൊടുത്താൽ പകരം ഞങ്ങൾ നേമത്ത് സഹായിക്കാം, വേറൊരു മണ്ഡലം കൊടുത്താൽ ഇപ്പുറം സഹായിക്കാം. ഇത് അവരുടെ ഡീലാണ്. അത് കോൺഗ്രസ് പാർട്ടി പണ്ട് കാലം മുതൽ നടത്തി വരുന്ന ഈ തെരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെൻ്റാണ് ഇതിനകത്തുള്ളത്. ആ ഡീല് നിലനിൽക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ തിരിച്ചടിയായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്നത് വയനാടാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം അവരെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? ഈ സ്വർണ്ണക്കൊള്ള LDFിൻ്റെ ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഭരണകക്ഷി അല്ല ഇപ്പോൾ പ്രശ്നങ്ങളെ നേരിടുന്നതും മറുപടി പറയേണ്ടതും കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സാണ് മറുപടി. ഇപ്പോൾ ശബരിമല പറഞ്ഞാൽ അവർക്ക് എങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും? സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണം കട്ടവനും അത് വാങ്ങിയവനും ഒരുമിച്ച് പോയില്ലേ? അവരുടെ കയ്യിൽ ഏലസ് കെട്ടിക്കൊടുത്തില്ലേ? അപ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അവരെന്താ പറയുന്നത്? ജനം വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അവർ പ്രതിരോധത്തിലാണ് എന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തം അവരെ വല്ലാതെ വിഴുങ്ങുകയാണ്. അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ പലരും പല മറുപടിയാണ് പറയേണ്ടത്. പലരും പല രീതിയിലാണ്. ഒരാൾ പറഞ്ഞു പിരിച്ചു, അത് ആപ്പും പിന്നെ മറ്റേ വസ്തുവിൻ്റെ ഇതും കൂടെ കൊടുത്തപ്പോൾ തീർന്നു. ഇതെല്ലാമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രതിരോധത്തിലായിരിക്കുന്നത് കോൺഗ്രസും UDF-ഉമാണ്. അത് സ്വാഭാവികമായി അവർ ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് വിയർക്കും. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. മൂന്നാമതും പിണറായി സർക്കാർ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ മൂന്നാമതും ഒരു LDF സർക്കാർ തന്നെ ഉണ്ടാകുമെന്ന് അങ്ങേറ്റം ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ എത്ര സീറ്റ് വരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞങ്ങളുടെ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയൻ പറഞ്ഞല്ലോ 110. ആ 110ലേക്ക് എത്തിക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സീറ്റുകൾ കൂടുതൽ പിടിക്കുക എന്ന തരത്തിലേക്കാണ് ഞങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത്. മറ്റ് ജില്ലകളിലും ആ പ്രവർത്തനം നടന്നു വരികയാണ്.
വർക്കലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് വർക്കലയിലെ LDF സ്ഥാനാർത്ഥിയായ വി ജോയ് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വർക്കലയും വർക്കലയിലെ ജനങ്ങളും പുതിയതല്ല. കാരണം ഇവിടുത്തെ MLA കൂടി ആയിരുന്നു വി ജോയ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആളുകളിലേക്ക് എത്തുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അത് തന്നെയാണ് തൻ്റെ ആത്മവിശ്വാസം എന്ന് തന്നെയാണ് അദ്ദേഹം ഒരിക്കൽ കൂടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.